ഇവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ഞാൻ പറയാം. ഇനി ഒരു കാര്യം, ഇവിടുത്തെ വലിയ ആളാ നിങ്ങൾ സംഭവിച്ചില്ലേ? സംഭവിച്ചല്ലോ. അങ്ങ് കേൾക്കില്ല, കേൾക്കില്ലല്ലോ. ഇനി ഇവിടുത്തെ എന്റെ കിതാബ് വായിക്കാൻ പോവാണേ. ഇവിടുത്തെ വളരെ വലിയ ആളാണ് സംഭവിച്ചല്ലോ. അയാൾ ദോഷം പറഞ്ഞാല് ചീത്ത നാവിന് മാത്രമേ പറയാൻ കഴിയും നമ്മളിവിടെ. അപ്പൊ ഇവിടുത്തെ ആക്ഷേപിക്കല്ലേ? ഇവിടുത്തെ മൗലിനെ പറ്റി എന്താ പറഞ്ഞു നോക്കുമ്പോൾ, ഇവിടുത്തെ മൗലിനെ പറ്റി എന്താ പറഞ്ഞു നോക്കല്ലേ? ഇവിടുത്തെ നിങ്ങൾ സംഭവിച്ച ആളാണല്ലോ. അയാളെ കിതാബാണ് ഇത്. അതിന്റെ പേര് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഇതിന്റെ 297 പേജ് വായിക്കട്ടെ. മൗലവിമാരെ പോലെ കേൾക്കണേ. فتعظيم المولد واتخاذه موسما قد يفعله بعض الناس ويكون له فيه أجر عظيم لحسن അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തെ ബഹുമാനിക്കലും വത്തിഖാദുഹു മൗസിമൻ, അന്നത്തെ ദിവസം യോഗം ചേരലും അന്നൊരാഘോഷ ദിവസമാക്കലും ഖദ് യഫഅലുഹു ബഅദുൻ നാസി, ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. വയഖൂലു ലഹു അജ്റുൻ അദീമുൻ, ആ വകയിൽ അവർക്ക് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. ലിഹുസ്നി ഖസ്ദിഹി, അയാളെ കരുത്ത് നല്ലതായതിനു വേണ്ടി. വതഅദീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ അതുകൊണ്ട് അയാൾ ബഹുമാനിക്കുന്നതിന് വേണ്ടി വലിയ പ്രതിഫലം കിട്ടുന്നതാണ് നബിദിനാഘോഷം കഴിച്ചാൽ. ആരാ പറഞ്ഞത്? സലഫി. നിങ്ങൾ വലിയ നേതാവായി അംഗീകരിച്ച ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അതിന്റെ 297 പേജിൽ പറയുന്നു. ഇനിയും കേട്ടോളൂ. റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടും ബഹുമാനിച്ചിട്ടും മൗലിദ് കൊണ്ടാടുന്നവരുണ്ട്. വല്ലാഹു ഖദ് യുസീബുഹും അലാ ഹാദിഹിൽ മഹബ്ബത്തി വൽ ഇജ്തിഹാദി, ആ മൗലിദിന് വേണ്ടി ശ്രമിക്കുന്ന മുഴുവൻ പരിശ്രമത്തിനും റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിനും അല്ലാഹ് അവർക്ക് കൂലി കൊടുക്കും. അനുയായികളെ, നിങ്ങൾ നബിദിനത്തിനെതിരെ നോട്ടീസ് ഇറക്കല്ല. ആരാ പറയുന്നത്? നമ്മുടെ നേതാവ് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 294 പേജിലും പറയുന്നു, 295 പേജിലും പറയുന്നു. മൗലവിമാരെ, നിങ്ങൾ എന്തിനെ വാഴക്കാത്തുള്ള ജനങ്ങളോട് നിങ്ങൾ എന്തിനെ നബിദിനം പാടില്ലെന്ന് പറഞ്ഞത്? മറുപടി ഒന്ന് തരാമോ? മുസ്ലിമേ വന്നു കബർസ്ഥാനി നമ്മക്ക് ചർച്ച ചെയ്തൂടെ മൗലവിമാരെ എല്ലാ വിഷയവും? ഇവിടുത്തെ വലിയ കിതാബെടുത്താ നിങ്ങൾ എന്നാലും നന്നായി പോകും. ഒരുപാട് തർക്കം ഒഴിവായി കിട്ടും. എനിക്ക് കേൾക്കണോ? കേട്ടോ. എന്താണ് ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നല്ലേ ഇതുവരെ നിങ്ങൾ പറഞ്ഞത്? എന്നാ കേട്ടോ, ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതുന്നതിനെ പറ്റി ഇബ്നു തൈമിയ്യ 378 പേജ് മറിച്ച് വയ്ക്കോ. ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതാൻ പറ്റോ? കേട്ടോളെ. أما ما يذكره بعض الناس من أنه يندفع الميت بسماع القرآن بخلاف ما إذا قرئ في مكان آخر، فهذا إذا عني به أنه يصل الثواب إليه إذا قرئ عند القبر خاصة، فليس عليه أحد من أهل العلم المعروفين بل الناس على قولين، أحدهما أن ثواب العبادات البدنية من الصلاة والقراءة وغيرهما يصل إلى الميت. നിസ്കാരം, ഖുർആനോത്ത് തുടങ്ങിയ ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളുടെ പ്രതിഫലം മയ്യിത്തിന് ചേരുമെന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. കമാ യസിലു ഇലൈഹി സവാബുൽ ഇബാദാത്തിൽ മാലിയ്യത്തി ബിൽ ഇജ്മാഅ്, മരിച്ച മയ്യിത്തിന്റെ പേരിൽ സ്വത്ത് ദാനം ചെയ്താൽ, മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്താൽ, ദ്വാരക്കല് കഴിച്ചാൽ, മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം ദാനം ചെയ്താൽ അതൊക്കെ മരിച്ച മയ്യിത്തിന് കിട്ടുമെന്നത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ. അങ്ങനെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നത് കൊണ്ടുള്ള
പ്രതിഫലം മയ്യിത്തിന് കിട്ടുമെന്നതിൽ പണ്ഡിതന്മാർ തർക്കമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഖുർആൻ ഓതിയാലും മയ്യിത്തിന് പ്രതിഫലം കിട്ടുമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. വഹാദാ മദ്ഹബു അബീ ഹനീഫ വഅഹ്മദ വഗൈരിഹിമാ വഖൗലു ത്വായിഫത്തിൻ മിൻ അസ്ഹാബി ശാഫിഈ വമാലിക്. അഹ്മദ് ബിൻ ഹംബലും അബൂ ഹനീഫയും ശാഫി ഇമാമിന്റെ ഒരു സംഘം പണ്ഡിതന്മാരും മാലികി മദ്ഹബും എല്ലാവരും പറഞ്ഞത് മരിച്ച മയ്യിത്തിന് ഖുർആൻ ഓത്തുകൊണ്ട് ഫലം കിട്ടുമെന്നാണ്. വഹുവ സ്വവാബ്. നിങ്ങളെ നേതാവ് കേട്ടോളേ മൗലവി, വഹുവ സ്വവാബ്. മരിച്ച മയ്യിത്തിന് ഖുർആൻ ഓതിയാൽ പ്രതിഫലം കിട്ടുമെന്ന് നാല് മദ്ഹബിന്റെ ഇമാമികളും പറഞ്ഞതാണ് സത്യം. എന്താ കാരണം? ലിഅദില്ലത്തിൻ കസീറ. അതിനൊരുപാട് തെളിവുകളുണ്ട് മൗലവിമാരെ, അതിനൊരുപാട് തെളിവുകളുണ്ട്. ആരാവർക്ക്? ഇബ്നു തൈമിയ. എതിർക്കണ്ടേ മൗലവി? ദുഷിച്ച നാവായി പോവേ. ഞാൻ ഇബ്നു തൈമിയെ എതിർക്കല്ലേ, നാവ് ദുഷിച്ചു പോവും. എനിക്കേട്ടോ മൗലവി, ഞാൻ ഇപ്പൊ തർക്കെല്ലാം തീരും ഇബ്നു തൈമിയെ സ്വീകരിച്ചാൽ. എനിക്കേട്ടോ ഇബ്നു തൈമിയ ഇഖ്തിദാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 379 പേജിൽ പറയുന്നു, ഞങ്ങൾ തമ്മിൽ വലിയൊരു തർക്കമായിട്ട് ഇവിടെ വാഴക്കാട്ടെന്താ, മരിച്ച വൈദ്യുതി കേൾക്കോ കേൾക്കൂലേ, മരിച്ച വൈദ്യുതി കേൾക്കോ കേൾക്കൂലേ, മൗലവി ഒരുപാട് പ്രസംഗിച്ചില്ലേ, ഒക്കെ പൊളിയാൻ പോവുക കേട്ടോ. മയ്യിത്ത് ഓതുന്ന ശബ്ദം കേൾക്കുമെന്നതും മയ്യിത്തിനെ വിളിച്ചാലും മറ്റും കേൾക്കുമെന്നതും അത് സത്യമാണ് മൗലവിമാരെ, അത് സത്യമാണ്. മറ്റു വൈദ്യുതി കേൾക്കും. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ. എതിർക്കണ്ടേ മൗലവിമാരെ, ദുഷ്ടനാവായി പോവേ. എതിർക്കണ്ട, മരിച്ച വൈദ്യുതി കേൾക്കും. ഹത്താണ്. ഇനിയും കേൾക്കണോ? നിങ്ങൾ ഇബ്നു തൈമിയനെ സ്വീകരിച്ചാൽ നമ്മളെ തർക്കം ഏകദേശം കഴിഞ്ഞു. ഇനിയും കേൾക്കണോ? കേട്ടോ, മരിച്ച മയ്യിത്തിന് ഖബറിൽ വെച്ച് കറാമത്തുണ്ടാകുമോ? മരിച്ച മഹാന്മാർക്ക് ഖബറിൽ വെച്ച് സഹായിക്കാൻ കഴിയുമോ? ഞങ്ങൾക്കിടയിൽ ഇവിടെ നടന്നൊരു തർക്കമാണ്. നിങ്ങളുടെ നേതാവാണെന്ന് നിങ്ങൾ സമ്മതിച്ച ഇബ്നു തൈമിയ അതാ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന കിതാബിന്റെ 373 പേജിൽ പറയുന്നു, കേട്ടോളൂ, ശരിക്കും മനസ്സിലാക്കുക. അന്ന ഖൗമൻ സമിഉ റദ്ദസ്സലാമി മിൻ ഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ജനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ നിന്ന് സലാം മടക്കുന്നത് കേട്ടു. റസൂലുള്ളാഹിന്റെ ഖബറിൽ മാത്രമല്ല, സാലിഹീങ്ങളുടെ ഖബറിൽ നിന്നും സലാം മടക്കുന്നത് ചിലർ കേട്ടു. വഅന്ന സഈദ് ഇബ്നുൽ മുസയ്യബ്, സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു കാന യസ്മഉൽ അദാന മിനൽ ഖബരി. റസൂലുള്ളാഹിന്റെ ഖബറിൽ നിന്ന് ബാങ്ക് കേട്ടിരുന്നു. ലയാലിയൽ ഹർറ, ഹർറ കലാപം നടക്കുന്ന സമയത്ത്. വനഹ്വിദാലിക, അതുപോലത്തെയും പല സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടോളെ, ഫഹാദാ കുല്ലുഹു ഹഖ്ഖുൻ, ഫഹാദാ കുല്ലുഹു ഹഖ്ഖുൻ. ഇതെല്ലാം സത്യമാണ്. ഖബറിന്ന് റസൂലുള്ള സലാം അടക്കുന്നത് കേട്ടത് സത്യമാണ്. ഖബറിന്ന് റസൂലുള്ള ബാങ്ക് കൊടുക്കുന്നത് കേട്ടത് സത്യമാണ്. ഖബറിന്ന് സാലിഹീങ്ങൾക്ക് സലാം അടക്കുന്നത് കേട്ടത് സത്യമാണ്. ലൈസ മിമ്മാൻ അഹ്ലുഫി, നമ്മൾ ഇവിടുത്തെ ചർച്ച അതല്ല, അതൊക്കെ സത്യമാണ്. വല്ലംറു അജല്ലു മിൻ ദാലിക വഅളു, അതിനേക്കാണല്ലോ അപ്പുറവും ഖബറിന്ന് കിട്ടും. അയാൾ പറയാ, വകദാലിക അയ്ളൻ മാ യുർവാ അന്ന റജുലൻ ജാഅ ഇലാ ഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസകാ ഇലൈഹിൽ ജദ്ബഅ വറമാദ ഫറആഹു വഹുവ യഅ്മുറുഹു അൻ യഅതി ഉമർ ഫയഅ്മുറുഹു അൻ യഖ്റുജ ഫയസ്തസ്ഖിയ ബിന്നാസ് ഫഇന്ന ഹാദാ ലൈസ മിൻ ഹാദൽ ബാബി. എന്റെ ഇവിടുത്തെ ചർച്ച ഇതല്ലെങ്കിലും ഞാൻ പറയട്ടെ, ഒരാൾ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ വന്നു, എന്നിട്ട് ക്ഷാമമുണ്ട് എന്നതിന് റസൂലുള്ളാഹിനോട് അവരാതി പറഞ്ഞു. റസൂലുള്ളാഹിനെ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹത്തിനോട് റസൂലുള്ളാഹി ഉമർ ഇബ്നു ഖത്താബിനോട് ഒരു വിവരം പറയാൻ പറഞ്ഞു. ഇതൊക്കെയും വമിസ്ലു ഹാദാ, ഇതുപോലെ ഖബറിൽ നിന്ന് മഹാന്മാർക്ക് യഖഉ കസീറൻ, പല കാര്യവും ഖബറിൽ വെച്ച് നടക്കും. ആർക്ക് നടക്കും? ലിമൻ ഹുവ ദൂനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ഖബർ നടക്കുന്നത് ഒരു വലിയ അത്ഭുതമാണോ? റസൂലുള്ളാഹിനേക്കാൾ താഴെ സ്ഥാനത്തുള്ള മഹാന്മാർക്ക് തന്നെ ഖബറിൽ വെച്ച് ഇതിനേക്കാളെല്ലാം വലിയെല്ലാം നടക്കും. വഅറഫു മിൻ ഹാദിഹിൽ വഅരിഫു മിൻ ഹാദിഹിൽ വഖായി കസീറൻ. ഇങ്ങനത്തെ ഒരുപാട് സംഭവം എനിക്കറിയാം, അതൊക്കെ ഉണ്ട്. ഞാനതൊന്നും സമ്മതിക്കും, ഞാനതൊന്നും എതിർക്കുന്നില്ല. എന്നിട്ട് പറയുന്നു കേട്ടോ, ഫഹാദൽ ഖദ്റു ഇദാ
ഖബറിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ സംഭവം നടന്ന ഖബറാളിയുടെ കറാമത്തായി ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞ ഇബ്നു തൈമിയ്യ, നിങ്ങളുടെ നേതാവായ അംഗീകരിച്ച ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഈ ഗ്രന്ഥത്തിന്റെ 373, 374 പേജിൽ എഴുതി വെച്ചു. ഇല്ല എന്ന് പറയാൻ വല്ല മൗലവിയും തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർന്നില്ല, നിങ്ങളെ വെല്ലുവിളി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വ്യത്യസ്തം വരും, എനിക്കറിയാം. കഥാനിക്കാം, നിങ്ങളെ നേതാവ് പറയാ ഇബ്നു തൈമിയ്യ എതിർക്കണ്ട, ദുഷ്ടു കഥാനിക്ക. അപ്പോലെ മായുദ്കറുമിനൽ കറാമാത്തി, കറാമാത്തിനാൽ കറാമത്തുകളാൽ പറയപ്പെടുന്ന അത്ഭുത സംഭവങ്ങളാൽ പറയപ്പെടുന്നത് അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിൽ വെച്ച് നടക്കുന്ന കറാമത്തുകൾ. മിഥില നുസൂലിൽ അൻവാരി, മഹാന്മാരെ ഖബറിൽ പ്രകാശം ഇറങ്ങും പോലെ, വൽ മലായികത്തി ഇൻദഹാ, മഹാന്മാരെ ഖബറും പുറത്ത് മലക്കുകൾ ഇറങ്ങും പോലെ, വതവത്തി ശൈത്താനി വൽ ബഹായിമി ലഹാ, മഹാന്മാരെ മഖ്ബറിന്റെ അടുത്തെത്തുമ്പോ മൃഗങ്ങൾ പേടിച്ചിട്ട് അങ്ങോട്ട് അടുക്കാതിരിക്കും പോലെ, ശൈത്താന്മാരെ മഹാന്മാരെ ഖബറിൽ വെച്ച് കെട്ടുന്നത് പോലെ. ഓ മൗലവിമാരെ, പോയിക്കോ നാഹൂറിലേക്ക്, പോയിക്കോ നിങ്ങൾ നാഹൂറിലേക്ക്, പോയിക്കോ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാത്തുഷാദങ്ങളും മഖ്ബറയിലേക്ക് ശൈത്താന്മാരെ പിടിച്ചു കെട്ടുന്നത് കാണാം. നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ്യ നിങ്ങൾ പറഞ്ഞല്ലോ, അതേപോലെ ശൈത്താന്മാരെ കാക്കുകയും അതുപോലെ മൃഗങ്ങളെ കാക്കുകയും മഹാന്മാരെ മഖ്ബറയിൽ ഒട്ടാകെ നീയറിഞ്ഞിട്ട് മഖ്ബറ കത്തുന്നില്ല, അതിനെ തൊട്ടടുത്ത് കത്തുന്നില്ല. മഹാന്മാര് മരിച്ച് കബറ് കൊണ്ടുപോയി വെച്ചപ്പോ തൊട്ടടുത്ത കബറിലുള്ള പാവങ്ങൾക്ക് വേണ്ടി കബറിന്റെ ഉള്ളിൽ നിന്ന് മഹാന്മാരെ ശുപാർശ പറയുന്നതും മഹാന്മാരുടെ അടുക്കൽ മറ്റുള്ളവരെ മറവ് ചെയ്യൽ സുന്നത്താണെന്നതും മഹാന്മാരെ മഖ്ബറയിൽ നിന്ന് സമാധാനം കിട്ടുന്നതും മഹാന്മാരെ മഖ്ബറയെ തരത്താഴ്ത്തുന്നവർക്ക് അഴാവിറങ്ങുന്നതും ഇതെല്ലാം സത്യമാണ്. ഇതെല്ലാം ഇതുപോലത്തെ സംഗതികളൊക്കെ സത്യമാണ്. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ്യ. എവിടെയാ പറയുന്നത്? ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 374 പേജിൽ പറയുന്നു. ദാറുൽ ഉലൂമിൽ ക്ലാസ് എടുക്കുന്ന മൗലവിമാരെ, വാഴക്കാട്ടുള്ള മുസ്ലിമീങ്ങളെ പിഴപ്പിക്കാൻ നടക്കുന്ന മൗലവിമാരെ, കണ്ഡ്യത്തിനേക്കാൾ ഞങ്ങൾക്ക് വിവരമുണ്ടെന്ന് ഹുങ്കി ധരിച്ച മൗലവിമാരെ, ചേർത്തും പറന്നും മറന്നുകൂടാത്ത MT മൗലവി ചോദിക്കുന്നു, നിങ്ങളെ തുടക്കം കുറിച്ച നേതാവായ ഇബ്നു തൈമിയ്യ ഇതൊക്കെയും ഈ കിതാബിൽ എഴുതി വെച്ചിട്ടില്ല എന്ന് പറയാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ അതാ കാണേണ്ടത്. നിങ്ങൾ പറഞ്ഞ ഇബ്നു തൈമിയ്യ മഹാനാണ്, അയാളെ ദുഷിച്ച നാവ് ചീത്തയാണ്. എന്നാ ആ ഇബ്നു തൈമിയ്യ ഞങ്ങൾ വിശ്വസിക്കുന്ന സർവ്വവിശ്വാസങ്ങളെയും അംഗീകരിച്ചുകൊണ്ടിതാ അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു. മൗലവിമാരെ ക്ലാസ് കേട്ട് പറ്റിപ്പോയ ചെറുപ്പക്കാരുണ്ടോ? നിങ്ങൾ വന്നോ സഹോദര ബുദ്ധി പരിശോധിച്ചോ. ഞാൻ കിതാബിലില്ലാത്തത് വായിച്ചിട്ടുണ്ടോ? ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടോ? മൗലവിമാരെ, നിങ്ങൾ ഞങ്ങളോട് പറയും. ഞാൻ വെളിയെക്കൂട്ടി വാദപ്രതിവാദത്തിന് വ്യക്തതൊക്കെ പോയപ്പോ മൗലവി എന്നോട് നിങ്ങളെ തെളിവല്ല നിങ്ങൾ എഴുതിങ്ങനെ ഞങ്ങളെ തെളിവല്ല നിങ്ങൾക്ക് എഴുതി തരാം. ഞാൻ ചിരിച്ചുപോയി. കാരണം ഞങ്ങളെ തെളിവുണ്ടോ എഴുതിയാ തീർന്ന്. ഞാൻ മരിക്കുന്നവരെ സുന്നികളെ തെളിവെഴുതാ തീരോ മൗലവി? ഞങ്ങളെ തെളിവുണ്ടോ? ഞങ്ങൾ ഇവരെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒന്നോ രണ്ടോ തെളിവ് പറഞ്ഞ് ഞങ്ങൾ പോകും. നിങ്ങൾ വിചാരിച്ച് തെളിവെല്ലാം പറഞ്ഞാൽ തീർന്നതാ? നിങ്ങളെ നേതാക്കളായി നിങ്ങൾ പരിചയപ്പെടുത്തി ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ തെളിവ് എഴുതിയാൽ കൊല്ലങ്ങളോളം എഴുതിയാൽ തീരൂല കേട്ടോ. ഓ മൗലവിമാരെ ഹുങ്ക്. എന്നിട്ട് നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് നിങ്ങൾ എന്തിനും പറയണം ഇത്തരം കാര്യങ്ങൾ? നിങ്ങൾ എഴുതിയിട്ടില്ല. നിങ്ങൾ
നാവ് ചീത്തയെ പോകും. ഇവിടുത്തെ ഇതിനൊന്നും പറയണ്ട. അയാള് കിതാബിലാണ്. കേരള നേതൃത്വ മുജാഹിദിന്റെ കോഴിക്കോട്ട് 2 നില 1.4. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ രാമുഖം കേട്ടോളെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതിന് തുടക്കം കുറിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനം. ഹിജ്റ 661 പൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായി ഇബ്നു തൈമിയ്യ ഇമാം ഷാഫിഈയും ഇമാം അബൂ ഹനീഫയും കവച്ചു വെക്കുന്ന സ്ഥാനമാണ് ഇബ്നു തൈമിയ്യക്ക് പൂർവികരായ പണ്ഡിതന്മാർ കൽപ്പിക്കുന്നത്. പ്രഗത്ഭനായ ചിന്തകൻ, നിപുണനായ ഗ്രന്ഥകാരൻ, ഉജ്ജ്വലനായ വാഗ്മി, അഗാധതയിലെ കണ്ടിറങ്ങിയ ഗവേഷകൻ, പൂർവീകരുടെ വിജ്ഞാനങ്ങൾ മുഴുവൻ സമാഹരിച്ച സർവവിജ്ഞാന കോശം എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധി നേടിയ ഇബ്നു തൈമിയ്യ പേന കൊണ്ടെന്ന പോലെ വാളുകൊണ്ടും ശത്രുക്കളുമായി പടപൊരുതിയ ധീരയോദ്ധാവായിരുന്നു. 17 വയസ്സ് പൂർത്തിയായപ്പോഴേക്ക് മുഫ്തിയായി അംഗീകരിക്കപ്പെടുകയും 30-ാം വയസ്സിൽ അവസാനത്തെ മുജ്തഹിദ് എന്ന സ്ഥാനാഭിധാനത്തിന് അർഹനാവുകയും ചെയ്തു. ഇബ്നു തൈമിയ്യ മുസ്ലിംകൾക്കിടയിൽ പടർന്നു പിടിച്ച അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും എതിരിൽ പടവാളേന്തി പല പ്രാവശ്യം അദ്ദേഹം കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടു. അപ്പോ ഞാൻ പറയാ, ഇബ്നു തൈമിയ്യ ഇപ്പൊ ഒരു പാടുപെടുത്ത് വന്നിട്ട് ആദ്യ മുജാഹിദിന. കാരണം മൂപ്പര കിതാബ് പറഞ്ഞതിനെതിരല്ല ഇപ്പൊ സെൽഫി ഒന്ന് പറഞ്ഞിട്ട് അവര്യാൾക്ക് വെച്ചാൽ കറാമത്തുണ്ടാവൂല, കബറിന്റെ അടുത്തൊന്നും വീട്ടൂല, കബറിന്റെ അടുത്ത് ഒരു കാര്യം സാധിക്കൂല. സെൽഫിനെങ്ങാ ഇബ്നു തൈമിയ്യ കണ്ടിട്ടുണ്ടെങ്കിൽ കാരണം വാളുകൊണ്ടുണ്ട് മൂപ്പർക്ക് പരിപാടി, പേനുകൊണ്ട് മാത്രമല്ല. ഏറ്റവും മൗലവിമാരെ കാലം കഴിഞ്ഞുപോയി മക്കളെ, വേറെ പണി നോക്കിക്കോ കേട്ടോ. ദീന് നിങ്ങൾ പറയണ്ട, ദീന് ഞങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾ സ്പീക്കേഴ്സ് ഫോറം നടത്തുന്നതില്ലേ, നിങ്ങൾ വേറെ ഫോറം നടത്തിക്കോ. നിങ്ങൾ ദീന് പറയണ്ട കേട്ടോ. നിങ്ങൾ എല്ലാ കാപ്പട്ടിയും ഇവിടെ പഠിച്ചു തോന്നുപോയി. ഇനി കേൾക്കണോ? നിങ്ങൾ എന്തെങ്കിലും ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങളെങ്ങാനും പാടിയല്ലേ എന്ത് ചത്താചകത്തിന്നെ ജീവനീടി ചോവർ ചാകും കീലശത്തെ നന്നാക്കി വിട്ടോവർ. പിന്നെന്താ മൗലവിയോട് പറഞ്ഞു? മൗലവിന്റെ വാദമൊക്കെ ഇബ്നു തൈമിയ്യന്റെ കിതാബുണ്ടായി. ഇന്ന് മറുപടി നമുക്ക് വേറെ മറുപടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഇന്നിങ്ങനെയാ പറയും. നിങ്ങൾക്ക് ഞാളെ തെളിവിൽ എഴുതി തരണം അല്ലേ? നല്ല കോലുണ്ട്. നിങ്ങൾ പറഞ്ഞെവിടുന്നെന്താ 4 മതവും സ്വീകരിച്ചുകൂടാന്നല്ലേ? അത് നിങ്ങൾ കുറെ കള്ളത്തരം പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ ഇബ്നു തൈമിയ്യ പറയുന്നത് വായിക്കാൻ 4 മതവിനെ പറ്റി ഇന്ത്യ മറ്റും പറ്റിയ കേട്ടോളെ. وقد يراد بالشرع قول أئمة الفقه كأبي حنيفة والثوري ومالك بن أنس والأوزاعي والليث بن سعد والشافعي وأحمد وإسحاق وداود وغيرهم فهؤلاء أقوالهم يحتج لها بالكتاب والسنة. അല്ലാഹുവിന്റെ ശറഅ് എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങളുടെ വാക്കുകളാണ്. ഇമാമിങ്ങളുടെ വാക്കുകളെ സംബന്ധിച്ച് ശരീഅത്തുൽ ഇസ്ലാം എന്ന് പറയപ്പെടും. ഇമാമിങ്ങൾ ആരെപ്പോലെ? അബൂ ഹനീഫ, സൗരി, മാലിക്, ഔസാഇ, ലൈസ്, ഷാഫിഈ, അഹ്മദ്, ഇസ്ഹാഖ്, ദാവൂദ് വഗൈരിഹിം റളിയല്ലാഹു അൻഹും. ഇങ്ങനത്തെ ഇമാമിങ്ങൾ. ഫഹൗലായി ഈ ഇമാമിങ്ങൾ അഖ്വാലുഹും അവരുടെ വാക്കുകളൊക്കെയും യുഹ്തജ്ജു ലഹാ ബിൽ കിതാബി വസ്സുന്ന ഖുർആനും സുന്നത്തും തെളിവുള്ളത് മാത്രമാണ്. ഖുർആനും സുന്നത്തും തെളിവില്ലാത്തത് ഇമാമിങ്ങളെ ഖൗലുകൾ അല്ല. എന്നിട്ട് കേട്ടോളൂ, വൈദാ ഖല്ലദ ഗൈറഹു ഹൈതു യജൂസു ദാലിക കാന ജായിസൻ ഐ ലൈസ ഇത്തിബാഉ അഹദിഹിം വാജിബൻ അലാ ജമീഇൽ ഉമ്മ കത്തിബാഇ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യഹ്റുമു തഖ്ലീദു അഹദിഹിം കമാ യഹ്റുമു ഇത്തിബാഉ മൻ യതകല്ലബു ബിഗൈരി ഇൽമിൻ. ഈ ഇമാമിങ്ങളെ തന്നെ തുടരണം എന്നുണ്ടോ? ആ ഇമാമിങ്ങളെ പോലെ മറ്റൊരു ഇമാമുണ്ടെങ്കിൽ അവരെയും തുടരാം. ആ ഇമാമിങ്ങളെ പോലെ മറ്റൊരു ഇമാം അക്കാലങ്ങളിൽ ഉണ്ടെങ്കിൽ അവരെയും തുടരാം.
സഹാബത്തിന്റെ കാലത്ത് സഹാബത്തിൽ ഇമാമിങ്ങളുണ്ട്, അവരെയാണ് അക്കാലത്തുള്ള ഇമാമിങ്ങളല്ലാത്തവർ തുടരുന്നത്. അങ്ങനെ എല്ലാവർക്കും ആ ഇമാമിങ്ങളായവരെ തുടരാം. നിങ്ങൾക്ക് നയിപ്പൂം ചെയ്തൂടാ. കാരണം അങ്ങനത്തെ ഇമാമിങ്ങളിൽ 4 ഇമാമിങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ച ആശയങ്ങൾ മാത്രമേ ക്രോഡീകരിച്ചുകൊണ്ട് ലോകത്ത് വന്നിട്ടുള്ളൂ. കാരണം എല്ലാ ഇമാമിങ്ങളാശയും നാലിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് 4 മാത്രമേ പണ്ഡിതന്മാരിവിടെ നിലനിർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് 4 പറ്റുള്ളൂ. അതേ സമയത്ത് മുൻകാലത്ത് 4 ഇമാമിങ്ങളുണ്ട്. എന്നിട്ട് പറയുന്നു വലാ യഹ്റുമു തഖ്ലീദു അഹദീൻ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരൊറ്റ ഇമാമിനെയും തഖ്ലീദ് ചെയ്യൽ ഹറാമല്ല. മൗലവിമാരെ, നിങ്ങൾ നമ്മക്കൊന്ന് ചർച്ച ചെയ്യാമല്ലോ. നിങ്ങളെ മുജാഹിദ് പബ്ലിഷിംഗ് ബ്യൂറോ പയ്യോളി പ്രസിദ്ധീകരിച്ച തഖ്ലീദ് പഠനം എന്ന പുസ്തകം എഴുതിയതാര്? നിങ്ങളെ സെക്രട്ടറി KP മുഹമ്മദ് ബിൻ അഹ്മദ്. പിന്നാര് നിങ്ങളെ വലിയ കുതുബ് അബ്ദുൽ ഖാദിർ മൗലവി. ഈ 2 മൗലവിമാരും കൂടി എഴുതിയ മുജാഹിദ് പബ്ലിഷിംഗ് ബ്യൂറോ പയ്യോളി പ്രസിദ്ധീകരിച്ച നിങ്ങളെ പുസ്തകത്തിൽ 4 ഇമാമിങ്ങളെ തുടർന്നാൽ കാഫിറാണ് എന്ന് എഴുതിയിട്ടില്ലേ? നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ്യ പറയുന്നു വലാ യഹ്റുമു തഖ്ലീദു അഹദിഹിം, 4 ഇമാമിങ്ങളിൽ ഒരാളെയും തുടരൽ ഹറാം പോലുമില്ല, പിന്നെയല്ലേ കാഫിറാകൽ. ഏതുപോലെ യഹ്റുമു ഇത്തിബാഉ മൻ യതകല്ലമു ബിഗൈരി ഇൽമിൻ, അറിവ് കൂടാതെ സംസാരിക്കുന്ന മൗലവിമാരെ തുടരൽ ഹറാമായതുപോലെ വിവരമുള്ള ഇമാമിങ്ങളെ തുടരൽ ഹറാമല്ല. എന്താകണം നേതാവ് പറഞ്ഞത്? വിവരമില്ലാതെ സംസാരിക്കുന്ന മൗലവിമാരെ തുടരൽ ഹറാമായതുപോലെ ഇമാമിങ്ങളെ തുടരൽ ഹറാമില്ല. എന്തൊക്കെ പറഞ്ഞു വൃത്തി പറഞ്ഞ് ഇമാമിങ്ങളെ തുടരൽ ഹറാമില്ല. പിന്നെന്താ പറഞ്ഞു? വിവരമില്ലാണ്ട് പറയുന്ന മൗലവി ഉണ്ടല്ലോ, നുസ്രത്തുൻ നദറിൽ ഇല്ലാണ്ട് ഉണ്ട് എന്ന് പറയുന്നത്, കോണവും കെട്ടിക്ക് പള്ളിയിൽ പോണമെന്ന് പറയുന്നത്, ആ മൗലവിമാരെ തുടരൽ ഹറാമായതുപോലെ ഇമാമിങ്ങളെ തുടരൽ ഹറാമില്ല. ആരാ പറഞ്ഞ മൗലവി? സലഫി? നിങ്ങളിവിടെ കണ്ടോ? സുല്ലമി ഉണ്ടോ? MT ഉണ്ടോ? എല്ലാരോടാ പറയുന്നത്. എന്ത്? 4 ഇമാമിങ്ങളെ തുടരൽ ഹറാമില്ല. വിവരമില്ലാത്തങ്ങളാ. വിവരമില്ലാത്തങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ മുമ്പ് വായിച്ചിട്ടില്ലേ നമ്മളെ MTന്റെ ബുക്ക്? അതിലെന്താ പറഞ്ഞ്? അതിൽ പറഞ്ഞ് സഹാബത്തില്ല. പിന്നെന്താ പറഞ്ഞ്? അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബയുടെ ചെറുത്താണ്, ഫർദാണ്, സുന്നത്താണ്. എങ്ങനെയാ എല്ലാം കൂടി അറിയാൻ? ഇപ്പറഞ്ഞ മൗലവില്ലേ ഖുതുബാലിക്കൊണ്ടിരിക്കും തുണി കീറിപ്പോ തയ്യാറൊന്നുമില്ല. ഇതിലുള്ളതായൊക്കെ നിങ്ങളെ MT എഴുതിയതാ. ആ മൗലവിമാരെ തുടരല് ഹറാമായതുപോലെ, തുടരാൻ നിൽക്കുമ്പോൾ തുടരല് മാത്രമല്ല, അവരെ പിമ്പറ്റല് ഹറാമായതുപോലെ ഈ ഇമാമിങ്ങളെ പിമ്പറ്റല് ഹറാമല്ല. അവരെ പിമ്പറ്റിയാല് തീര് പിമ്പറ്റലാണോ എന്ന് എഴുതിയത് ആരാ? ഇബ്നു തൈമിയ്യ. ഇയാളെ ദൃഷ്ടി പറഞ്ഞാലോ? ഇയാളെ ദൃഷ്ടി പറഞ്ഞാൽ ആവും ദൃശ്യൂ. ഇതെടുക്കണ്ടേ മൗലവി? നമ്മളെ പ്രശ്നം വരുന്നില്ലേ? പോരാ. ഇനി ഞാൻ പറഞ്ഞ ഓർമ്മണ്ടോ? ചത്തേ ചാകത്തിന് ജീവനീടി ചോവറി ചകും കേശത്തെ നനക്കി വിട്ടോ. ഇതേതാ കിതാബ്? ഇബ്നു തൈമിയ്യയുടെ ഏത് കിതാബാണ്? ഞാൻ ഇതുവരെ പേര് പറഞ്ഞിട്ടില്ല. കേട്ടോളൂ. അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇ ശൈത്താൻ, തഗ്ലീഫ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഈ ഇബ്നു തൈമിയ്യ ഇതിൽ പറയുന്നു ഔലിയാക്കൾക്ക് ജഗത്തെ ജീവനടിക്കാൻ കഴിയും. ആരാ പറയുന്നു? ഇബ്നു തൈമിയ്യ, ഞാനല്ല. കേട്ടോ സഹോദരന്മാരെ, അതങ്ങട്ട് പറഞ്ഞാല് 10 ദിവസം ഇതിലുള്ളത് പറഞ്ഞാൽ തീരുമോ? 1 or 2 ദിവസം പോകണ്ട. ഞാനിതാ കേൾപ്പിക്കുന്നു. ഒറ്റ സംഭവം, കറാമത്തിന്റെ സംഭവം ഒറ്റൊന്ന് മാത്രം. അദ്ദേഹത്തിന്റെ കുതിര ചത്തുപോയി. അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫഖാല, ഉടനെ തന്നെ ആ മഹാൻ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ മഖ്ലൂഖൻ അലയ്യ മിന്ന. അല്ലാഹു അസ്സ വജല്ല, പടച്ചവനെ, ഞാൻ കുതിരപ്പുറത്താ യുദ്ധത്തിന് വന്നത്. എന്റെ പ്രൈവറ്റ് വാഹനാണ് കുതിര. ഇവിടെ സെൽഫി കാണാത്ത വലിയ ഉപകാരം.
പിന്നെ പ്രൈവറ്റ് വാഹനത്തിന് മുമ്പ് അയക്കൊല്ലാത്ത വിഷമമുണ്ടോ? അങ്ങനെ കുതിരപ്പുറത്താണ് പഠിച്ചവരെ ഞാൻ യുദ്ധത്തിന് വന്നത്. എന്റെ യുദ്ധത്തിൽ കുതിര ചത്തുപോയി, എനിക്ക് പുറക്ക് തിരിച്ചുകൊണ്ട്. അപ്പോ ഇനിയിപ്പൊ ഞാൻ വേറൊരുത്തനോട് ചോദിക്കണം, എന്റെ വാഹനപ്പുറത്ത് എന്നെയും കയറ്റുവോ? അപ്പൊ വേറൊരു സൃഷ്ടിയോട് ഞാനൊരു കാര്യം എന്നെയും കയറ്റുവോ, ഔദാര്യം ചെയ്യുമെന്ന് ചോദിക്കണ്ടേ? അതുകൊണ്ട് പഠിച്ചവനെ ഇത് ശരിയാവൂല, എന്റെ കുതിര ഇപ്പൊ ഹയാത്താക്കി തന്നെ എന്റെ പുറക്കത്തുള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് ഞാനിങ്ങോട്ട് പോന്നത് എന്റെ കുതിരപ്പുറത്ത് ഇന്റെ ദീനിന് യുദ്ധം ചെയ്യാനാ. ഇവിടെ വന്നിട്ട് എന്റെ കുതിര അങ്ങോട്ട് ചത്തുപോയിട്ട് ഞാനിപ്പോ പുറക്കും എന്നെ കയറ്റുമെന്ന് മറ്റുള്ള ടാക്സിക്കാരോട് ചോദിക്കാനാ? അതുകൊണ്ട് എന്റെ കുതിരൻ ഇപ്പൊ ഹയാത്താക്കി തരണം റബ്ബേ. ഫദഅല്ലാഹു അസ്സ വജല്ല വസ്തദഅമഹു. സഹോദരന്മാര്, അല്ലാഹുവിനോട് അങ്ങ് ദുആ ചെയ്തു. അല്ലാഹുവോട് ഇത് ആവശ്യപ്പെടുമ്പോൾ എന്ത് നടന്നു? മൗലവിമാരെ, നിങ്ങളെ ഇബ്നു തൈമിയ്യ എഴുതി വെക്കുന്നു, ഫഅഹ്യാലഹു ഫറസഹു. ഉടനെ തന്നെ അല്ലാഹു ആ കുതിരയെ ഹയാത്താക്കി കൊടുത്തു. ഉടനെ തന്നെ ആ മഹാന്റെ കുതിരയെ അല്ലാഹു തആല ഹയാത്താക്കി കൊടുത്തു. ഫലമ്മാ വസല ഇലാ ബൈതിഹി. അങ്ങനെ ആ കുതിരപ്പുറത്ത് ബഹുമാനപ്പെട്ട സിലത്ത് ഇബ്നു അസിയം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എത്തിയപ്പോൾ ഖാല യാ ബുനയ്യ ഖുദ് സുർജൽ ഫറസി ഫഇന്നഹു ആരിയ. മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുതിരപ്പുറത്തുള്ള വിരിപ്പ് എടുത്തു മാറ്റിക്കോ. എന്താണ് കാരണം? അത് ഞാൻ അള്ളാഹിനോട് തൽക്കാലം ചെലവ് വാങ്ങിയ കുതിരയാണ്. എന്നെ ആ കുതിരപ്പുറത്ത് പുറക്കെത്തിച്ചേർന്ന് പിന്നെ കിട്ടും പോലെ ആയിക്കോ എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് ഞാൻ ഹയാത്താക്കിച്ച കുതിരയാണ്. അതുകൊണ്ട് അതിന്റെ വിരിപ്പെടുത്ത് മാറ്റിക്കോ. വാഹന സുർജഹു. പറഞ്ഞു തീരുമ്പോ മകൻ പോയിട്ട് കുതിരപ്പുറത്ത് നിന്നതിന്റെ വിരിപ്പെടുത്ത് മാറ്റിപ്പോയി. ഫമാത്തൽ ഫറസു. രണ്ടാമത് കുതിര ചത്തു വീഴുന്നു. മുഹീദ്ദീൻ മാലിയാണ് ശിർക്ക്. നിങ്ങളെ നേതാവ് എഴുതി വെച്ചാലോ മൗലവിമാരെ, അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇശ് ശൈത്താൻ. ചത്തേ ജാഗത്തിന് ജീവനീടിച്ചോവർ ചാകും കീലശത്തെ നന്നാക്കി വിട്ടോവർ. കേട്ടോ, വെറുതല്ല, നിങ്ങൾ ഇബ്നു തൈമിയ്യക്ക് വിവരം ഉണ്ടായിരുന്നു, കുറച്ച് തകരാറ് പറ്റിപ്പോയിന്നേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായി എഴുതി വെച്ചു അൽ ഫുർഖാൻ. പിടിച്ചാൽ രക്ഷപ്പെടും. എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അല്ലെ ഞങ്ങൾക്ക് പേടിയില്ലാത്ത പദപ്രധാനത്തിന് നിങ്ങൾക്ക് പേടി കല്യാണം വരുമോ, ഊക്കൊളിച്ചോ? കാരണം പിടിച്ചിട്ടില്ല. പിടിക്കണം ശരി, അതിന് മാലമാണ്. ഏകദേശം സൂക്കെടുമ്പോ പിന്നെന്താ അന്നൊക്കെ നിൽക്കാന് പിന്നാണ് ഏതോ പറ്റുമോ? നമ്മൾ ഇവിടുത്തെ എന്താ പറയുന്നത് നോക്കാം. പിന്നാണ് എനിക്ക് കുടിക്കാൻ പറ്റൂല്ലേ? നമ്മൾ ഇവിടുത്തെ ഇവരോട് ചോദിക്കാനാണ്. അയാളെ പേച്ചാ പിന്നെ ദുഷ്ടി ഒന്നാണ് കേട്ടോളേ. ഇബ്നു ഫതാവ ഒന്നാം വാല്യം 304 പേജ് കേട്ടോ. വൈദാ കുതിബ ശൈഉം മിനൽ ഖുർആനി അബിദ്ദിക്രി ഫീ ഇനാഇൻ ഔ ലൗഹിൻ വമുഹിയ ബിൽ മാഇ വഗൈരിഹി വശരിബ ദാലിക ഫലാ ബഅസ ബിഹി. പരിശുദ്ധ ഖുർആനോ ദിക്റോ ഒരു പാത്രത്തിലോ ഒരു പലകന്റെ മേലെയോ എഴുതിയതിനു ശേഷം വെള്ളം കൊണ്ടതിനെ മയച്ചു കഴിഞ്ഞാൽ വെള്ളമല്ലാത്തത് കൊണ്ടും മയച്ചാൽ ജീരവെള്ളം പോലെ വസുരിബദാലിക എന്നിട്ടത് കുടിക്കുകയും ചെയ്താൽ ഫലാ ബഅസ ബിഹി, അതിനൊരു തകരാറും ഇല്ല. നിങ്ങൾ ബാഗിൽ വെച്ച് കൊണ്ടുപോകേണ്ട മൗലവിമാരെ, തോർത്ത് കൊണ്ട് തന്നെ ഞങ്ങൾ ചുറ്റും പോലെ ചുരുട്ടിയിട്ട് പരസ്യമായിട്ട് കൊണ്ടുപോയി നിങ്ങളെ നേതാവ് പറയുന്നു. നസ്സ അലൈഹി അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അത് ശരിക്കും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വഗൈറുഹു അഹ്മദ് ഇബ്നു ഹംബൽ മാത്രമല്ല എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. വനഖലു ആ ഇമാമിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്
അന്നഹു കാന യക്തുബു കലിമാത്തിൻ മിനൽ ഖുർആനി. ബഹുമാനപ്പെട്ട സ്വഹാബിയായ ഇബ്നു അബ്ബാസ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. ബഹുമാനപ്പെട്ടവർ ഖുർആനിൽ നിന്ന് എഴുതാറുണ്ട്. വദ്ദിക്രി, ദിക്റും എഴുതാറുണ്ട്. വയദ്മുറു ബിഅൻ തുസ്ഖാ ലിമൻ ബിഹി ദാഉൻ, രോഗമുള്ള ആളുകൾക്ക് ആ എഴുതിയത് മയച്ചിട്ട് കുടിക്കാൻ വേണ്ടി സ്വഹാബിമാരിൽ പ്രമുഖനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചിട്ടുണ്ട്. വഹാദാ യഖ്തദി അന്ന ലിദാലിക ബറക, ഖുർആനും ദിക്റും ഒക്കെ എഴുതിയ വെള്ളത്തിന് ബറക്കത്തുണ്ടെന്ന് സഹാബത്തിന്റെ ഈ പ്രവർത്തനം തെളിയിക്കുന്നു. റസൂലുള്ളാഹി ഒതുവെടുത്ത വെള്ളം അതും ബറക്കത്തുള്ള വെള്ളമാണ്. റസൂലുള്ളാഹിന്റെ ശരീരം കഴുകിയ വെള്ളം ബറക്കത്തുള്ള വെള്ളമാണ്. സുബ്ബമിൻഹു, അത്തരം വെള്ളത്തിൽ ചൊരിക്കപ്പെട്ടു. അലാ ജാബിർ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ. വഹുവ മരീദുൻ, ജാബിർ റളിയല്ലാഹു അൻഹു രോഗിയായിരുന്നു. വകാന സ്വഹാബത്തു, സ്വഹാബത്തായിരുന്നു. യതബറകൂന ബിഹി, റസൂലുള്ളാഹിന്റെ ശരീരം കഴുകിയ വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ടായിരുന്നു. വമാ ഹാദാ ഫകാന യതവല്ലഉ അലാ തുറാബി വഗൈരിഹി, അതോടുകൂടെ തന്നെ റസൂലുള്ള മണ്ണിന്റെ മേലെയും ഒതുവെടുക്കാറുണ്ട്. ഈ അല്ലാത്തതിന്റെ മേലെയും എടുക്കാറുണ്ട്. ലീമാ ബലഗലി, നമുക്ക് ഹദീസ് കിട്ടിയതനുസരിച്ച് അന്നമിദ്രഹാദൽ മായി യുൻഹാ സബ്ബുഹു യുൻഹാ അൻ സബ്ബിഹി ബിത്തുറാബി വനഹ്വിഹി വലാ അലമു ഫീ ദാലിക നഹിയൻ ഫഇന്ന അസറൽ കിതാബത്തി ലം യബ്ഖ ബഅദൽ മഹബി കിതാബ വലാ യഹ്റുമു അലൽ ജുനുബി മസ്ഹു വമഅലൂമുൻ അന്നഹു ലൈസ ലഹു ഹുർമത്തുൻ കഹുർമത്തിഹി മാ ദാമൽ ഖുർആൻ വദ്ദിക്റു മക്തൂബൻ ബിഹി കമാ അന്നഹു ലൗ സീഗ ബില്ലാഹ് ഔ ദഹബൻ ഔ നുആസുൻ അലാ സൂറത്തി കിതാബത്തിൽ ഖുർആൻ വദ്ദിക്രി ഔ നുഖ്ശ ഹജറുൻ അലാ ذلك അലാ തിൽക സൂറത്തി ثم غيرت تلك الصياغة وتغير الحجر لم يجب لتلك المادة من الحرمة ما كان لها حين الكتابة. وقد كان العباس بن عبد المطلب يقول في ماء زمزم لا أهله لمغتسل ولكن لشارب حله بلى. روي عنه أنه قال لشارب متوضي. ഫതാവ ഇബ്നു തൈമിയ്യ 304. എന്താ പറയുന്നത്? ബറക്കത്തുള്ള വെള്ളമാണ്. പക്ഷേ ഖുർആൻ തൊടാൻ ഒതുവെടുക്കുന്നത് പോലെ ഈ എഴുതുന്നത് എടുക്കാൻ ഒതു വേണ്ട, ആ വെള്ളം തൊടാൻ ഒതു വേണ്ട. പക്ഷേ ബറക്കത്തുള്ള വെള്ളമാണ്. ആ വെള്ളം ഉപയോഗിച്ചാൽ രോഗം മാറുന്നതാണ്. ഇതെഴുതി വെച്ചത് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ, ഫതാവയുടെ 1-ാം വാല്യം 304-ാം പേജ്. മറിച്ചു നോക്ക് മൗലവിമാരെ, ഇല്ലെങ്കിൽ എന്നെ നിങ്ങൾ വെടിവെച്ചു കൊന്നോ. ഇതെന്തേലും ഇവിടെ നോട്ടീസ് എന്തേലും മുജാഹിദിന്റെ ISM MSM എന്താക്കിയ ജീർണതക്കെതിരെ വയനാട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ കിതാബിനെതിരെ ഉർക്ക് പറ്റൂല, പിന്നാണ്ട് വരാൻ പറ്റൂല, മന്ത്രിക്കാൻ പറ്റൂല. ഇതൊക്കെ ഉണ്ടെന്നും സഹാബത്ത് ചെയ്തുവെന്നും കാന്തപുരം എഴുതി വെച്ചതല്ല സെലഫി, സ്പീക്കേഴ്സ് ഫോറത്തിൽ പഠിച്ചതല്ല സെലഫി. കാന്തപുരം കള്ളത്തരം പറയാൻ ഇജാസത്ത് കൊടുത്തതല്ലേ പറഞ്ഞത്? ഇബ്നു തൈമിയ്യക്ക് കള്ളത്തരം പറയാൻ വേണ്ടി കാന്തപുരം ഇജാസത്ത് കൊടുത്തതാണ് മൗലവി. ഇബ്നു തൈമിയ്യയുടെ കിതാബിലില്ലേ? നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പറയുന്നതൊക്കെ കളവാണ്. കാന്തപുരം പറഞ്ഞ ആ കുട്ടികളോടത് നിങ്ങൾ എത്ര കളവെങ്കിലും പഠിക്കണം, മുത്തഹ ശരിയായാ മതി. ഞാൻ ചോദിക്കുന്നത്, ഇബ്നു തൈമിയ്യക്ക് കാന്തപുരം ക്ലാസ് എടുത്തു കൊടുത്താണോ? ആ മറുപടി പറയണം. നിങ്ങള് നല്ല പറയാണ്ടിക്കലല്ലേ പറയണ ഇതൊക്കെ മറുപടി. ഇങ്ങനെ പറയണോ? ഓരോന്ന് അക്കമിട്ട് പറയണ മറുപടി. ഒന്നുകിൽ ഇബ്നു തൈമിയ്യ തള്ളണല്ലേ കൊള്ളണം. ഇല്ല, ഞങ്ങളെന്താ ഞങ്ങൾ തള്ളയില്ല, കൊള്ളാണ്ടോ അതുമില്ല. എന്താ ഉള്ളത്? കളക്കൊള്ള. ഇബ്നു തൈമിയ്യ അദ്ദേഹം വളരെ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ അയാൾ പറഞ്ഞു. തെൽക്കിന്റെ അയാളെ കിതാബിലുണ്ട്, നിങ്ങൾക്ക് വേണോ? ഫതാവയിലേക്കോ ഇബ്നു ഖയ്യിമിന്റെ കിതാബിലുണ്ട്. തെൽക്കി ചൊല്ലണം. പിന്നെ ജാറത്തിന്റെ പോയി ജാമോ തോന്നണം. എഴുതാനത് നിങ്ങളെ മുജാഹിദ് നേതാവ് ഇബ്നു ഖയ്യിം ജൗസി കിതാബ് റൂഹിലതായി എഴുതിയിരിക്കുന്നത് നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ഞമ്മക്കൊരു വാദപ്രതിവാദം നടത്തുമ്പോൾ ഇവര് ചോദ്യമൊക്കെ ആയിരിക്കണം. ഞാനൊരായത്തോന്നി എന്താണ് മരിച്ചതിന് ശേഷം കറാമത്തുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആയത്തോന്നിയിട്ടുണ്ട്. പോട്ടെ, മരിച്ചതിന് ശേഷം കറാമത്തിന് ഇബ്നു തൈമിയ്യ മദ്രസയ്ക്ക് ഇപ്പൊ എന്റെ വിശദീകരണ ആവശ്യമില്ല. കാരണം മുജാഹിദിന്റെ നേതാവ് ശരിക്കും പറഞ്ഞു. ഇനി ഞാൻ പറയാം, ഞാൻ മൗലവിന്റെ ഗണ്ണനത്തിന്റെ ഒരു കോലം പറയാം.
ഞാനൊരായത്തോതി ഖുർആനിലുണ്ട്, മഹാന്മാരെ ജീവിതവും ഭരണവും സൗമാണെന്ന് ഖുർആനുണ്ട് എന്ന് പറഞ്ഞു. ഏത് തഫ്സീറിലാണുള്ളത് മൗലവി ചോദിക്കുന്നില്ല, കാരണം ഞാൻ ഉടനെ തഫ്സീർ പിടിക്കുന്ന എനിക്കറിയാം. കാരണം KV കുഞ്ഞാന്റെ പരിഭാഷ എടുത്താണുള്ളത്. KV കൂറ്റനാടിന്റെ പരിഭാഷ അല്ല. KV കൂറ്റനാടിന്റെ പരിഭാഷ ജലാലയിലും മറ്റും നോക്കി എടുത്ത് എഴുതിയ പരിഭാഷയാ. ഖാദി ബൈലാവിന്റെ തഫ്സീർ നോക്കോ, അൽ ബഹറുൽ മുഹീത്ത് തഫ്സീർ നോക്കോ, സംശയമുണ്ടോ? അബൂ ഹയ്യാൻ റളിയല്ലാഹുവിന്റെ തഫ്സീർ അൽ ബഹറുൽ മുഹീത്ത്. നിങ്ങളെ ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണ് എന്ന് ആദ്യം പറഞ്ഞ ആളാണ് അബൂ ഹയ്യാൻ. ഇബ്നു തൈമിയ വലിയ മഹാനാണ് എന്ന് പറഞ്ഞു. കുറച്ചേരം കഴിഞ്ഞപ്പോ ഇബ്നു തൈമിയ അബൂ ഹയ്യാനും കൂടി ഒന്നായിട്ട് സംസാരിച്ചപ്പോ അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്വിന്റെ ഒരു കായിക പറഞ്ഞപ്പോ സീബവി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നഹ്വിന്റെ വലിയ ആളാ, സ്പെഷ്യലിസ്റ്റാ സീബവി. സീബവി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ അബൂ ഹയ്യാനോട് ഇയാള് പറയാ, എന്ത് സീബവി, അയാളല്ല എത്ര തെറ്റ് വെച്ച ആളാണ് ഇബ്നു തൈമിയ. അന്ന് മുതൽക്ക് അബൂ ഹയ്യാൻ ഇബ്നു തൈമിയെ വിമർശിച്ചുകൊണ്ട് പലതും എഴുതുകയും ചെയ്തു. അപ്പൊ ഇബ്നു തൈമിയുടെ കാലക്കാരനായി ഒന്നായി ജീവിച്ച ആളാണ് അബൂ ഹയ്യാൻ. ആ അബൂ ഹയ്യാന്റെ തഫ്സീറാണ് അൽ ബഹ്റുൽ മുഹീത്ത്. എടുത്തു നോക്കിക്കോ, അതിലതാ എഴുതി വെച്ചിരിക്കുന്നു. ബൈദാവിയുടെ തഫ്സീറിലതാ എഴുതി വെച്ചിരിക്കുന്നു, ഫിൽ ബഹിദത്തി വൽ കറാമത്തി. കറാമത്തിന്റെ വിഷയത്തിൽ തുല്യമാണ്, മരണശേഷവും ജീവിതവും മഹാന്മാർക്ക് തുല്യമാണ്. ഇത് ഞാൻ ഉദ്ധരിച്ചതിന് ശേഷം മൗലൈമാരത് ചോദ്യം ചെയ്യരുതെന്ന് മനസ്സിലാക്കി ഞാൻ വേറൊരായത്ത് തെളിവ് പറഞ്ഞു. എന്താണ് ആയത്ത്? ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞതിന് ശേഷം മൗലവി പറഞ്ഞു, ഹബീബുൻ നജ്ജാർ എന്ന് ഖുർആനിലില്ല. നാ വേണ്ട, ഒരു റജുലുണ്ടല്ലോ, ഒരു പുരുഷൻ ആയിക്കോട്ടെ, ഒരു പുരുഷന് കറാമത്തുണ്ടാട്ടെ, പേരെന്തുവാണ്. അങ്ങനെ ഒരു പുരുഷൻ, ആ പുരുഷൻ എന്തായി? അതാ കൊല ചെയ്യപ്പെട്ടു. ഹബീബുൻ നജ്ജാറാന്റെ ഒരു പുരുഷനെ കൊല ചെയ്യപ്പെട്ടു. എന്നിട്ടോ ഖീലദ്ഖുലിൽ ജന്ന, പറഞ്ഞു സ്വർഗത്തിൽ കടന്നോ എന്ന് പറഞ്ഞു. ഖുർആനിൽ യാസീൻ സൂറത്തിൽ അല്ലാഹു പറയും സ്വർഗത്തിൽ കടന്നോ എന്ന് പറഞ്ഞു. കാല, അപ്പോ മരിച്ചിട്ട് സ്വർഗത്തിൽ കിടക്കാൻ പറഞ്ഞപ്പോ മരിച്ചതിന് ശേഷം മൂപ്പര് പറഞ്ഞു, കാല എപ്പാ പറഞ്ഞ്? മരിച്ചതിന് ശേഷം പറഞ്ഞു, യാനൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്റമീൻ. എന്നെ എറിഞ്ഞു കൊന്ന ആളുകൾ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെ അല്ലാഹു കറാമത്ത് നൽകപ്പെട്ടവരിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ മരിച്ചതിന് ശേഷം കറാമത്തുണ്ടായിട്ട് അത് മരിച്ചതിന് ശേഷം പ്രഖ്യാപിച്ചത് ഖുർആനിലുണ്ട്. അതുകൊണ്ട് ആ യാസീന്റെ നോദണ്ടാണ് ഇവർ തീരുമാനിച്ചത്. കാരണം ഇവരാരും അറിയണ്ടാന്ന് വെച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞപ്പോൾ മൗലവി അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയാം. മുക്റമൂൻ എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെട്ടവരുന്ന അതിന്റെ അർത്ഥം. ആദരിക്കപ്പെട്ടവരുന്ന അതിന്റെ അർത്ഥം മുസ്ലിയാരാണ് കറാമത്ത് നൽകപ്പെട്ടവരെന്നാക്കി മാറ്റിയതാണ്. കറാമത്തിന്റെ അർത്ഥം എന്താ മൗലവി? കറാമത്തിന്റെ അർത്ഥം എന്താ? ഇനി കറാമത്തൊന്നും വേണ്ട, നിങ്ങൾക്ക് പറയാം. ആദരവ്. അപ്പൊ കറാമത്ത് നൽകപ്പെട്ടവരിൽ തന്നെയാണ് മുക്റമൂൻ, ആദരവ് നൽകപ്പെട്ടവർ. മൗലവി പറയാ, ഇന്ന അക്രമക്കും എന്തോന്നായി അതുക്കാക്കുന്നുണ്ടല്ലോ, അപ്പൊ അവിടെയും കറാമത്ത് എന്ന അർത്ഥം എന്താ? ഒരു സംശയം. ഇന്ന അക്രമക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കറാമത്തുള്ളവൻ, അതുക്കാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തെക്കുള്ള ആളാണ്. ഏറ്റവും തെക്കുള്ളാക്ക് ഏറ്റവും കറാമത്ത്. ഏതുപോലെ ഏറ്റവും തത്വത്തിന്റെ ഉദാഹരണം ഏതുപോലെ? 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഓരൂരാ കുളിച്ചോറ്. മൗലവി ഇവിടെ പാടിയതുകൊണ്ടാ ഞാനിത് പാടുന്നത്. മൗലവിക്ക് വല്ലാത്ത വിഷമം. മുഹീദ്ദീൻ ശൈഖ് 40 പ്രാവശ്യം ജനാബത്തുണ്ടായി എന്ന് പറഞ്ഞാലേ അതൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ പുറത്തു പറയും. മൗലവി ചോദിക്കുക, ഇത് മുഹീദ്ദീൻ ശൈഖ് ബഹുമാനിക്കലാത്ത അറിഞ്ഞായിട്ടല്ലേ 40 പ്രാവശ്യം ജനാബത്തുണ്ടായി എന്ന് പറഞ്ഞാൽ? മൗലവിമാരെ വലിച്ചെറിയതോ അൽമനാറ്. എന്നിട്ട് കയ്യിൽ പിടിക്കും ബുഖാരി. കേട്ടോ, ബുഖാരി കയ്യിൽ പിടിക്കും. എന്നിട്ട് നോക്ക് എന്താ ഉള്ളത്? 40 വട്ടല്ലേ ഞങ്ങളെ വാലിലുള്ളത്? ബുഖാരിന്റെ 100 വട്ടം. 100 വട്ടം. ആരെപ്പറ്റി? അല്ലാഹുവിന്റെ റസൂല്. അവിടുന്ന് കഴിഞ്ഞുപോയ മഹാന്മാരെ ബഹുമാനം പറയുന്നു. അതല്ലേ ഞങ്ങളും പറയുന്നത്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ള പറയുന്നത് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ദിവസം സത്യം ചെയ്തു.
എന്താണ് സത്യം ചെയ്തത്? ലാതൂഫന്നല്ലൈലത, ഇന്നത്തെ രാത്രിയിൽ ഞാൻ സന്ദർശിക്കുന്നതാണ്. എനിക്ക് 99 അല്ലെങ്കിൽ 100 ഭാര്യമാരുണ്ട്. ആ 100 ഭാര്യമാരെയും പോയി ഞാൻ സംസർഗത്തിൽ ഏർപ്പെടുന്നതാണ്. എന്നിട്ടോ ഈ 100 ഭാര്യമാര് 100 കുതിരപ്പടയാളികളെ പ്രസവിക്കുന്നതാണ്. ഇത് സുലൈമാൻ നബി പ്രഖ്യാപിച്ചു. ഒരു ദിവസം റസൂലുള്ള പറയുന്നു, അപ്പൊ 100 ഭാര്യമാര് പ്രസവിക്കണമെങ്കിൽ 100 ജനാപത്തുണ്ടാകട്ടെ. എന്നിട്ട് സുലൈമാൻ നബിയുടെ ബഹുമാനം റസൂലുള്ള പറയുന്ന, അങ്ങനെ പ്രഖ്യാപിക്കുമ്പോ സുലൈമാൻ നബിയോട് ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. അന്നത്തെ രാത്രി എന്തിനാ സുലൈമാൻ നബി ഇങ്ങനെ പ്രഖ്യാപിച്ചത്? സുലൈമാൻ നബിക്ക് അല്ലാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹമാണ്. എനിക്ക് 100 മക്കളുണ്ടായിട്ട് 100 മക്കളും ദീനിനു വേണ്ടി പടവരുതണമെന്ന ആശയാണ്. അതിനുവേണ്ടി ഞാൻ ഇന്ന് ഭാര്യമാരെ സന്ദർശിക്കുമെന്നാണ്. എന്തിന്? 100 മോമിനീങ്ങൾ ഉണ്ടാകാൻ, 100 ദീനീ പ്രവർത്തകർ ഉണ്ടാകാൻ. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം 100 ഭാര്യമാരെ ഒറ്റ രാത്രിയിൽ പോയി സന്ദർശിച്ചു റസൂലുള്ള പറയുന്നു. പക്ഷേ ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയത് കൊണ്ട് ഒരൊറ്റ ഭാര്യയും പ്രസവിച്ചില്ല. ഒരു ഭാര്യ പ്രസവിച്ചു, അതൊരു കുട്ടിയുടെ കഷ്ണമാണ്. അങ്ങനെ ഒരു കഷ്ണം കുട്ടിയെ ഒരു ഭാര്യ പ്രസവിച്ചതല്ലാതെ ഒരൊറ്റ ഭാര്യയും പ്രസവിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടോ എന്ന് നോക്ക് മൗലവിമാരെ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇത് റസൂലുള്ള സുലൈമാൻ നബിന്റെ ബഹുമാനം പറഞ്ഞതാണ്. അതായത് അത്ര ദീനീ പ്രവർത്തനത്തിന് ആവേശമുള്ള മക്കളുണ്ടാകണമെന്ന് ആശിച്ച മഹാനാണ്. എന്ന് സുലൈമാൻ നബിന്റെ ബഹുമാനം പറയുമ്പോ ഒരു ദിവസം 100 ജനാപത്തുണ്ടായ വിവരം റസൂലുള്ള പറഞ്ഞപ്പോ അത് സുലൈമാൻ നബിയെ തരത്തായിത്തലല്ല എന്ന് ബുഖാരി ഓതുന്ന സമയത്ത് ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതേ ശിഷ്യന്മാർക്ക് പിന്നെ മാല ചൊല്ലുമ്പോ സംശയമുണ്ടോ? കാരണം ഇവിടെ 40 ജനാപത്തല്ലേ ഉള്ളൂ, ഇനിയല്ലേ എത്രയോ ബാക്കി. 40 വട്ടം ജനാപത്തുണ്ടായാല് 40 വട്ടം ഓരൂരാ കുളിച്ചോര്. ഇനി പഠിച്ചോ മൗലവിമാരെ, തീർന്നില്ല. 40 വട്ടം ജനാപത്തുണ്ടായാല് ഞങ്ങൾ എന്തിനാണ് ഹൗസുല്ലാദമിനെ പറ്റി പറയുന്നത്? നിങ്ങൾക്ക് തിരിഞ്ഞില്ല, നിങ്ങൾക്ക് തിരിച്ചല്ലാണ്ട് തിരിയൂല. എന്തിനാ പറയുന്നതെന്നറിയാമോ? ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ നിയമം എന്താണ്? ജനാപത്തുണ്ടായാൽ ഉടനെ കുളിക്കണം എന്ന് നിർബന്ധം ഇസ്ലാമിലില്ല. ജനാപത്തുണ്ടായാൽ അടുത്ത നിസ്കാരത്തിന്റെ സമയമായാൽ ആ നിസ്കാരം ഖളാകാതെ നിസ്കരിക്കാൻ വേണ്ടി കുളിക്കൽ നിർബന്ധമാണ്. അല്ലാതെ ജനാപത്തുള്ള സമയത്ത് ഉടനെ കുളിക്കൽ വുജൂബില്ല. പക്ഷേ ജനാപത്തുണ്ടായാൽ ഉടനെ തന്നെ കുളിക്കുന്നത് നല്ലതാണ്, പുണ്യകർമ്മമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വളരെ ക്ഷീണമുള്ള ഒരു ദിവസം, രാത്രിയിൽ വളരെ തണുപ്പുള്ള രാത്രിയാണ്. ഒരു ദിവസം ഇങ്ങനെ ഇരുന്നു. ആ ഇരുത്തത്തിൽ ഉറക്കം വന്നു. ഉറക്കിൽ അവിടുന്ന് സ്വപ്നസ്ഖലനമുണ്ടായി. സ്ഖലനമുണ്ടായി കഴിയുമ്പോൾ ഇത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ഉടനെ തന്നെ ഉറക്കം ഞെട്ടിത്തെളിഞ്ഞു. രാവിലെ സുബഹിക്കാൻ വേണ്ടി കുളിച്ചാൽ മതി, പക്ഷെ ഇപ്പൊ തന്നെ കുളിച്ചാൽ വളരെ ബഹുമാനമുണ്ട്. ഉടനെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് കുളിച്ചു. തണുത്ത വെള്ളം കൊണ്ട് കുളിച്ചു. പിന്നെയും വന്നിരുന്ന് ക്ഷീണം കൊണ്ട് വീണ്ടും ഉറങ്ങിപ്പോയി. വീണ്ടും സ്ഖലനമുണ്ടായി. ഉടനെ ഉറക്കം ഞെട്ടിത്തെളിച്ചു. വീണ്ടും തണുത്ത വെള്ളം കൊണ്ട് അപ്പോൾ തന്നെ കുളിച്ചു. ഇങ്ങനെ 40 പ്രാവശ്യം മഹാനായ ഔസുല്ലാബന്ധങ്ങൾ സുബഹി വരെ മാറ്റിവെക്കാൻ അവസരമുണ്ടെങ്കിലും ഉടനെ കുളിക്കലാണല്ലോ പുണ്യം. ഉടനെ കുളിച്ചാൽ ഒരുപാട് ബഹുമാനമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി മാറ്റിവെക്കാതെ ഓരോ സമയത്തും ജനാപത്തുണ്ടാകുമ്പോൾ കുളിച്ചു. 40ാമത്തെ പ്രാവശ്യം കുളിച്ചു കഴിയുമ്പോൾ ഐസും കട്ട പോലുള്ള വെള്ളം കൊണ്ട് കുളിച്ചു കഴിയുമ്പോഴേക്ക് ക്ഷീണം കൊണ്ട് മറഞ്ഞു വീണുപോയി. തടിയതാ ഐസിലിട്ടതുപോലെ ആയിപ്പോയി. പക്ഷേ സുന്നത്ത് ഒഴിവാക്കിയില്ല. ഈ നിലയ്ക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര തണുപ്പുണ്ടെങ്കിലും ഒരൊറ്റ സുന്നത്തും ഒഴിവാക്കാതെ ജീവിതത്തിൽ പകർത്തിയ മഹാനാണ് എന്നത് മനസ്സിലാക്കി കൊടുക്കാനാണ് 40 വട്ടം ജനാപത്തുണ്ടായാല് 40 വട്ടം ഓരൂരാ കുളിച്ചോറ്. അല്ലേ 40 ജനാപത്തിന് കൂടി ഒറ്റ കുളി മതി. പക്ഷെ മൗലവിയ പണിയെടുക്കും, എല്ലാം ഒന്നാകട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ തന്നെ കുളിച്ചു, ഓരോ സമയത്തും കുളിച്ചു. ഈ ബഹുമാനമാണ് അവിടെ
പറഞ്ഞത്. എനിക്കെന്ത് ബഹുമാനം തിരിയും? ബഹുമാനം തിരിയുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇത് തരംതായിട്ടല്ല. സുലൈമാൻ നബിക്ക് 100 ജനാപത്തിനായി റസൂൽ പോലെ തരംതായിട്ടാണ് നിങ്ങൾ പറയോ? അപ്പൊ നിങ്ങൾക്ക് ബഹുമാനിക്കലും തരംതായിട്ടൊരു അറിയില്ല. അപ്പൊ ആ നിലയ്ക്ക് തെക്കുവ കൂടുതലുള്ള ആള്, ഒറ്റ സുന്നത്ത് ഒഴിവാക്കാത്ത ആള്, ഈ കറാമത്ത് കൂടുതലുണ്ടാവുക. ഇന്ന അക്രമക്കും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കറാമത്തുള്ളവർ, അതക്കാക്കും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തെക്കുവയുള്ളവരാണ്. കറാമത്ത് തന്നെ മുസ്ലിയാരെ അതാർത്ഥം മാറ്റിയതാ ഞാനല്ലേ മൗലവി. ഇതെന്താ സാധനം എന്നറിയാം? ഇതെന്താ സാധനോ? മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച ബുക്ക്. എന്താ പേര്? അൽ വിലായത്ത് വൽ കറാമ. ആരാ എഴുതിയത്? KM മൗലവി. ആരാ പ്രസിദ്ധീകരിച്ചത്? ജമിയത്തുൽ ഉലമാ കേരള. കേരള ജമിയത്തുൽ ഉലമാ പണ്ഡിത സംഘടന. ഓർമ്മ ഉണ്ടെങ്കിൽ CP ഉമർ സുലഭി ഞാൻ കൂടി ഒന്ന് ഇരുന്നിട്ട് സംസാരിക്കുമ്പോ ഇതില് കറാമത്ത് കൊണ്ട് ദൂരെ കാഴ്ചയുണ്ടായി എന്നും കണ്ടുവെന്ന് ഞാൻ വായിച്ചപ്പോ നിങ്ങളെ മൗലവി പറഞ്ഞില്ലേ അത് നിഷേധിക്കാൻ വേണ്ടി കൊടുത്തത്? പരിശോധിക്കാൻ ചങ്കൂറ്റുള്ള മൗലവി ദുന്യാവിലാണോ ഉണ്ടോ? ഞാൻ ഇബിലീസ് അടക്കം നിങ്ങൾക്ക് വെറുപ്പിടിക്കുന്ന ഇബിലീസ് അടക്കം വന്നോട്ടെ ഒന്ന് പരിശോധിക്കാൻ ചെയ്യാറുണ്ടോ? നിങ്ങൾ എന്നോട് പറഞ്ഞില്ലെങ്ങനെ ഞാൻ കേസെറ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. വെളിയത്തോണ്ടും കറാമത്തോണ്ടും മാത്രമേ സഹായിക്കൂന്ന മുസ്ലിയാര് പറഞ്ഞത്. മാത്രം നിങ്ങളെ വഴിയെ കടത്തിക്കൂട്ടിയില്ല. ഞാൻ എന്റെ വഴി മാത്രം പറഞ്ഞില്ല. എന്റെ കേസറ്റും ഈ രാജ്യത്തുണ്ട്. നിങ്ങളെ കേസറ്റുണ്ട്, എടുത്തു. മാത്രം കൂട്ടിയത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന അക്രമക്കും എന്തല്ലായി അക്കത്താക്കും എന്ന വാചകം കറാമത്ത് എന്ന ലഫ്സ് അതിൽ നിന്ന് പിടിച്ചെടുത്തതാണെന്നും അത് ഏറ്റവും കറാമത്തുള്ള വഴി എന്നാണെന്നും ഉദ്ദേശിക്കുന്നുവെന്നും നിങ്ങളെ ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ പോലെയല്ല ഞാൻ നിങ്ങളുടെ ബുക്ക് വായിച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചത്. വേറെ മൗലവിന്റെ കുറിപ്പ് വായിച്ചിട്ടല്ല കേട്ടോ. വലിയ മൗലവി കുറിപ്പ് തന്നെ കൊണ്ടുവന്നിട്ട് വായക്കാട്ടത്ത് വായിച്ചാൽ പോരാ. ഇത് കാടല്ല നിങ്ങൾ ചെയ്ത് കാണാന്നാ. ഇത് കാടല്ലേ നാടാ. വായക്കാട്ടത്ത് കാണാന്ന് വിചാരിച്ചോ? അതാ കവിത പറ്റി. ഇവിടെ നാടാ. അതുകൊണ്ട് പറയാം, നിങ്ങളുടെ ബുക്ക് വായിച്ച് നിങ്ങളെ മനസ്സിലാക്കിയത്. നിങ്ങളെ ബുക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഷയെ തെറ്റാൻ ഞാൻ ചോദിച്ചു. ഒരായത്തും പാട്ട് അരീസും പാട്ട് ഇന്നതല്ലേ ആയത്തൊരീസും ഞാൻ പറഞ്ഞ അർത്ഥം പറഞ്ഞ നിങ്ങളെ ബുക്ക് കൊണ്ട് വിളിച്ച് നിങ്ങൾ ആശയം തെറ്റാണ്. മൗലവി എന്നോട് ചോദിക്കാം, മുസ്ലിമരെ നിങ്ങളുടെ ആവത്തോന്ന് നിങ്ങളുടെ ഹരീസോന്ന് നിങ്ങൾ ഇമാം നിങ്ങളെ പൗലല്ലാണ്ട് പറയാൻ പാടുണ്ടോ? ഇയാൾ എന്താ ചെയ്യും? നിങ്ങൾ പറഞ്ഞു. കാരണം ഒരു യുക്തിവാദി വന്നിട്ട് നമ്മളോട് പറഞ്ഞ അമ്മയില്ല. ഞാൻ അയാൾക്ക് ആയത്തോന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അയാളോട് യുക്തി കൊണ്ട് തെളിയിക്കണം. ഞാൻ എന്ത് എന്റെ ഭാഗം യുക്തി തെളിവാന്നല്ലേ? യുക്തി കൊണ്ട് ഞാൻ തെളിയിക്കണം ഒന്നുണ്ട്. അയാളോട് അതാണ് വിവരമുണ്ട്. മൗലവിന്റെ വാദണ്ട ഇമാമിങ്ങളെ കിതാബൊന്നും സ്വീകരിച്ചുകൂടാ. പിന്നെ അയാൾക്ക് ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞിട്ടുള്ള കാര്യവും അയാൾക്ക് എന്താ പറഞ്ഞിട്ട് മൗലവിമാർക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? തെളിവ് ഖുർആനും ഹദീസും. ഞാൻ ഖുർആൻ ഹദീസും ഒന്നും മൗലവി ചോദിച്ചാൽ ഒന്നുണ്ട ഇമാമിങ്ങളെ കിതാബ് അറിയാത്തത്. നിങ്ങൾ സ്വീകരിക്കുമോ? എന്നാ പറഞ്ഞുതരാം. അത് നിങ്ങൾ സ്വീകരിക്കുമോ? എന്നാ അത് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം സ്വീകരിക്കുമോ? അത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തെളിവ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്വീകരിക്കുന്ന തെളിവ് നിങ്ങൾ ഖുർആൻ മാത്രം എടുക്കുമോ? അതുകൊണ്ട് തെളിയിച്ചുതരാം സുന്നത്തിമാത്തിന്റെ മുഴുവൻ ആശയം. ഖുർആൻ തീർത്തും ഞാൻ എടുക്കൂല വയ്യാരെ. ഫാത്തിഹ മാത്രം നിങ്ങൾ എടുക്കുമോ? എന്നാൽ അതുകൊണ്ട് തെളിയിക്കണം സുന്നത്തിയമാറ്റ ഹക്കാണ്. കാരണം ആ നിലക്കാവുന്ന ഖുർആൻ ഇറക്കിയിരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഖുർആൻ അറിയാത്ത ഞങ്ങൾ ഉത്തരവാദിയല്ല. എന്നോട് ചോദിക്കുക, അമ്പിയാക്കളും ഔലിയാക്കളുടെയും ഖബറിന്റെ അടുത്ത് സംബന്ധിച്ച് ഞാൻ തെളിവുകൾ എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ യാത്ര മിഅ്റാജിന്റെ യാത്രയാണ്. ആ യാത്രക്ക് പോകുമ്പോ മൂസാ നബിന്റെ ഖബറും സിയാറത്ത് ചെയ്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. ആ മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിൽ റസൂലുള്ളാഹിനെ കൂടെ നിസ്കരിക്കാനുണ്ട്. ആ മൂസാ നബി ആകാശത്തെത്തിയപ്പോ റസൂലുള്ളാഹിനെയും ലോകജനങ്ങളെ മുഴുവൻ സഹായിക്കാനുണ്ട്. അത് മൂസാ നബിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് കൊണ്ടാണ് റസൂലുള്ളാഹി പോയത് എന്ന് ഞാൻ ഇവിടെ പ്രസംഗിച്ചു. മൗലവി ഒരൊറ്റ വെല്ലുവിളി എന്നാ അവരെടുത്ത് അറിയോ? പരിശുദ്ധ ഖുർആനിലെ മൂസാ നബിന്റെ ഖബർ സിയാറത്ത് നേടിയാൽ മതിയാരെ ഉള്ളത്. ഞാൻ പറഞ്ഞിക്കോ ഖുർആനിലുള്ളത് ഹദീസിലാണുള്ളത്. ഞാൻ പറയാത്ത വെച്ച് വെല്ലുവിളിക്കല്ല, പറഞ്ഞ വെച്ച് വെല്ലുവിളി. സഹീഹ് മുസ്ലിമിലെ ഹദീസിലുണ്ട് എന്നാ ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്കൊരു ദോഷമുണ്ട്. എന്താ? ഞാൻ മുമ്പ് ഇവിടെ വായിച്ചതാ. നിങ്ങളെ വലിയ സുല്ലമേരി എന്താ? നാവ് കൊണ്ട് പതുക്കെ ഓർക്കാം. നാവ് കൊണ്ടാക്കൾ ഓർക്കുക, മൂക്ക് കൊണ്ടാക്കി ഓർക്കുക. ഇതാങ്ങളെ തകരാ കേട്ടോ. നാവ് കൊണ്ട് പതുക്കെ ഓർക്കാൻ കഴിഞ്ഞ കമ്പനി നിങ്ങൾ. അപ്പൊ നിങ്ങളെ കേക്കല് മൂക്കൊണ്ടാ. അതുകൊണ്ടാ ഞാൻ
ഉള്ള സംഭവം പറയുന്ന സ്ഥലത്ത് പറയുന്നത് റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫിൽ ഖബരി, ഖബറിൽ മൂസാ നബി എണീറ്റ് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഖബർ പുറത്ത് ചെന്നപ്പോഴേ. മുസ്ലിമിൽ ഹദീസ് ഉണ്ടോ എന്ന് നോക്ക്. മുസ്ലിമിന് റസൂലുള്ള പറഞ്ഞതുണ്ടെങ്കിൽ ഖുർആനിൽ അള്ളാഹ് സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യം. നിങ്ങൾ ഖുർആൻ ഇല്ലാത്തവരോട് ഞാൻ പറഞ്ഞത് ഖുർആനിൽ തന്നെ ഉണ്ട്. ഖുർആൻ തന്നെ നോക്കോ, അള്ളാഹ് പറയുന്നത് എന്ത്? വലഖദ് അഅതൈനാ മൂസൽ കിതാബ, മൂസാ നബിക്ക് നമ്മൾ ഖുർആൻ കൊടുത്തിട്ടുണ്ട്, കിതാബ് കൊടുത്തിട്ടുണ്ട്, തൗറാത്ത് കൊടുത്തിട്ടുണ്ട് നബിയെ കിതാബ. ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി, ആ മൂസാ നബിയെ കണ്ടുമുട്ടിയതിന് സംശയിക്കണ്ട. എപ്പോഴും കണ്ടുമുട്ടിയത് റസൂൽ പറയുന്നത് ഇസ്രായേൽ പോയപ്പോൾ മിഅ്റാജിൽ പോയപ്പോഴാണ്. കണ്ടോ? അപ്പൊ ഖുർആനിൽ തന്നെ ഉണ്ടത്. ഖുർആന്റെ തഫ്സീറാ റസൂൽ പറഞ്ഞത് ഖബറിൽ നിസ്കരിക്കുന്നു ഞാൻ കണ്ടു, ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് എന്നെ തുറന്നു നിസ്കരിക്കാൻ ഉണ്ടിയാക്കുന്നുണ്ട്, ആകാശത്ത് ചെന്നപ്പോ അവിടെയും മൂസാ നബിയുണ്ട്. അപ്പൊ ഖുർആൻ തന്നെയാണ് അതിന്റെ തഫ്സീറാ ഹദീസ്. ഹദീസ് പറഞ്ഞതിന്റെ പിന്നെ അടിസ്ഥാനാണ് ഖുർആൻ. ഇവർക്കെന്ത് ഖുർആൻ, എന്ത് ഹദീസ്? ഇവർക്ക് മൗലവിമാരെ ലോകത്തിൽ പാസാക്കിയാൽ ദീനാവും. ഇത് ദീനാണോ? എന്ത് ദീന്? നിങ്ങൾ ഞാൻ പറഞ്ഞ തെളിവ് ചോദ്യം ചെയ്യാൻ സെലഫി ഒരു കലഫി വന്നിട്ട് കാര്യം ഇവിടെ. ഞങ്ങളത് തെളിവാണ്. ഈ ഉരുക്ക് കോട്ടയാണ് സുന്നത്തിയുമാണ്. അതിനെ നിങ്ങൾക്ക് തകർക്കാമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. ഇനി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോ ഹവാമന്തുറാത്ത് നിങ്ങൾ നോക്ക് മക്കളെ. ഞാൻ മുമ്പ് പറഞ്ഞത് ഇന്നും പറഞ്ഞാൽ വേറെ ബുദ്ധിയോടൊന്നും നിങ്ങൾ പറയാം. മുമ്പ് പറഞ്ഞതുണ്ട്. ഇതെന്താ സാധനം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ സുല്ലമി അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ, ഈ മൗലവി ഹദീസുകൾ ദുർബലതയും ദുർവ്യാഖ്യാനം അങ്ങനെ ബുക്ക് ചെയ്യും. അത് ഞാൻ കുറച്ചു മുമ്പ് വായിച്ചിട്ടുണ്ട്. ഇന്ന് വരെ വായിക്കാൻ പറ്റും. നിങ്ങളെ പറ്റി 100 ദിവസം പറഞ്ഞോ. ഈ ബുക്കിൽ ഇയാൾ പറഞ്ഞ് യുക്തിക്ക് യോജിക്കാത്ത ഒരൊറ്റ ഹദീസ് സ്വീകരിച്ചുകൂടാ. അതിന്റെ ഈ ഹദീസൊന്നും സ്വീകരിച്ചുകൂടാത്ത കാരണം ഖബറിലുള്ള മൂസാനെ എണീറ്റ് നിന്ന് മൂടലിൽ പൊന്തിപ്പോലേ ഞങ്ങളെ സംശയം. വല്ലാത്ത കൗമന്നെ. നിങ്ങൾ നോക്ക്, ഹദീസ് പരിശോധനക്കുള്ള നിയമങ്ങൾ. ഹദീസ് പരിശോധനക്കുള്ള നിയമങ്ങൾ. ഒന്ന്, നബി ഇന്ന കാര്യം പറഞ്ഞുവെന്നോ ഇന്നത് ചെയ്തുവെന്നോ അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കണം. എന്നിട്ട് ഇങ്ങനെ പ്രസ്താവിക്കൊക്കെ ചെയ്താൽ തന്നെ സ്വീകരിക്കോ? ഇല്ല. അതിനെന്താ വേണ്ട? കേട്ടോളെ, നിവേദന പരമ്പര സഹിയായിരിക്കണോ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ പറയാ. ലഘുവായ കുറ്റങ്ങൾക്ക് ഭയങ്കരമായ ശിക്ഷയും തുച്ഛമായ ഗുണത്തിന് ഭീമമായ പ്രതിഫലവും വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഹദീസുകൾ ഉപേക്ഷിക്കേണ്ടതാ. ഇങ്ങനെ ചെറിയ പണിക്ക് വലിയ കൂലി റസൂൽ പറഞ്ഞിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം, യുക്തിക്കും അറിയപ്പെട്ട തത്വവ്യവസ്ഥകൾക്കും വിരുദ്ധമായ ഹദീസുകൾ ഉപേക്ഷിക്കേണ്ടതാണ്. യുക്തിക്കും അറിയപ്പെട്ട തത്വവ്യവസ്ഥകൾക്കും വിരുദ്ധമായ ഹദീസുകൾ ഉപേക്ഷിക്കേണ്ടതാ. അപ്പൊ യുക്തിക്ക് ഒഴിക്കാത്ത ഹദീസ് തള്ളണം. അങ്ങനെ തള്ളിയതാണ് ഖബറിന്റെ ഉള്ളിൽ മൂസാ നബി നിസ്കരിക്കുന്നത് കണ്ട ഹദീസ്. കാരണം യുക്തിക്ക് എടുക്കോ? അതാ മൂസാ നബി ഇത്തിരാൽ ചെയ്യുമ്പോൾ മൂടലുണ്ടാവോ? ഇങ്ങനെയാ മൗലവി ചിന്തിച്ചത്. ഇനി ഇതിന് ഇക്കാരണം കൊണ്ട് ഇവര് നീളത്തിനാ മാറ്റിയത്. നിങ്ങൾ ഈ ഒറ്റ കാരണത്തിലും ഈ അടിസ്ഥാനം വെച്ചുകൊണ്ട് മാറ്റിയൊരു ഉദാഹരണം പറഞ്ഞില്ല. ഇവരെ കഥ നിങ്ങൾ പറഞ്ഞുതരാം. നോക്കോളെ, ഇവരെ മദ്രസയിലെ ബുക്കിൽ 982 വരെ പഠിപ്പിച്ച മദ്രസ ബുക്കിൽ ശരിക്കും മനസ്സിലാക്കണം. പഠിപ്പിച്ചു ഒന്നുമുറിയുന്ന കാര്യം. ആ ഒന്നുമുറിയുന്ന കാര്യം പഠിപ്പിച്ച സ്ഥലത്ത് അവരെ എഴുതി. അപ്പൊ അത് മൗലവിയുടെ യുക്തിക്ക് യോജിക്കുന്നില്ല. കാരണം എന്നിട്ട് അതിൽ പറഞ്ഞു കീവായും പോയാലും ഒന്നുമുറിയുന്നത്. അതിനൊരു ഹദീസും പറഞ്ഞു 82 വരെ പഠിപ്പിച്ച ബുക്കിൽ. മൗലവി ആലോചിച്ച് നോക്കിയിട്ട് ഒരു നിലക്കും പിടുത്തങ്ങളിൽ ഇതെങ്ങനെ യുക്തിക്ക് യോജിക്കുക? കാരണം ഒന്നുമെടുത്തത് മുഖത്തും കൈക്കും കാലിനും തിരക്കുകൾ. കീവായി പോയതോ വേറൊരു റൂട്ടിലാണ്. അന്നെന്തെങ്ങാൻ കീവായി പോയി ഇവിടുത്തൊന്നും ഇങ്ങനെ പോയില്ല. ഒരു നിലക്കും യുക്തിക്ക് യോജിക്കൂല. അപ്പൊ മൗലവി ഒരു പുതിയ കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചോളെ? കീവായി പോയാലും മുറിയണമെങ്കിൽ അതിനൊരു നിബന്ധന ഉണ്ട്. എന്താ നിബന്ധന? ഇതേതാണ് മൗലവി?
നമ്മളെ കോഴക്കുട്ടി ഫാറൂഖി, എന്താ പേര് ബുക്കിന്റെ? സമ്പൂർണ്ണ നമസ്കാര ക്രമം. നമസ്കാരം വധു മുറിയുന്ന കാര്യങ്ങൾ താഴെ പറയുന്ന കാരണങ്ങളാൽ വധു ദുർബലപ്പെടുന്നതാണ്. ഒന്ന്, മലമൂത്ര ദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക. ഹീവായു ആയാൽ വാസനയോ ശബ്ദമോ ഉണ്ടായെങ്കിൽ വധു മുറിയും. വാസനയോ ശബ്ദമോ ഉണ്ടെങ്കിലേ മുറിയുള്ളൂ. അതെന്താണ്? വാസനയോ ശബ്ദം ഉണ്ടാകുമ്പോൾ യുക്തിക്ക് ഒരിക്കും. കാരണം വാസന മൂക്ക് കൂടി കയറി ഇവിടുത്തൊന്നും മുറിയും, ശബ്ദം കേട്ടും കൂടി കയറി ഇവിടുത്തൊന്നും മുറിയും. ഇത് രണ്ടും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കാറ്റുപോയി ഇവിടുത്തൊന്നും ഇങ്ങനെ മുറിയാണ്. ഇതാണ് മൗലവിമാരെ കണ്ടുപിടുത്തം. ഈ നിലക്ക് അല്ലാഹുവിന്റെ ദീനെ കണ്ടുപിടിക്കുന്ന മൗലവിമാർ അവർ കാര്യത്തിൽ ചോദി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരായത്ത് തോന്നിയിട്ടും കാര്യമില്ല, ഒരു ഹദീസ് തോന്നിയിട്ടും കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയായ മിറാജിൽ പോകുമ്പോ മഹാനായ മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് പോയതെന്ന് ഞാൻ പറഞ്ഞ ഹദീസ് തെളിവാണ്. ഖുർആൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു മൂസാ നബിനെ കണ്ടുപിടിച്ച് സംശയിക്കണ്ട. ഞാൻ മൗലവിയോട് ചോദിക്കുന്നത്, മൗലവി അതിന് പറഞ്ഞ മറുപടി തരും. അത് ഒരിക്കലും മാത്രമല്ലാണ്ട് അങ്ങനെ ഉണ്ടായിക്കോ, ഒരിക്കലും മാത്രമല്ലാണ്ട് അങ്ങനെ സംഭവിച്ചോ? റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ രണ്ടാമതൊരിക്കലും നടന്നിനോ? അപ്പൊ ഒരിക്കലും നടന്നാൽ തെളിവാവൂല. അങ്ങനല്ല മൊയ്യാരെ, അത് ഈ മേറാജിന് പോകുമ്പോ റസൂലുള്ള ഒരു ചിർക്കങ്ങ് ചെയ്തതാ. മഹാന്മാരെ മക്ബറെ പോയിട്ട് മേറാജ് നടത്താൻ ഏതായാലും പടച്ചോന്റെ അടുത്ത് പോകുമ്പോൾ ഒരു ചിർക്കും ചെയ്ത് പോക്കാനല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ റസൂൽ ഒരു ചിർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്താൽ ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ വാദല്ല മഹാന്മാരെ മക്ബറെ പോയ ചിർക്കാന്നല്ലേ? റസൂലുള്ള ഒരിക്കലല്ലേ ചെയ്തുള്ളൂ ഞങ്ങളെ വാദം. മേറാജിന് പോകുമ്പോ അല്ലേ ചെയ്തുള്ളൂ. മേറാജിന് പോകുമ്പോ ചിർക്ക് ചെയ്തോ നേരുകൂടാനല്ലോ പോലും. ഏത് അരികിലാണുള്ളത്? പറയണല്ലോ മറുപടി. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പോയപ്പോൾ മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്ത് മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓതാത്ത ആയത്ത് വെച്ചിട്ട് മൗലവി വല്ലാണ്ട് ഇങ്ങനെ അതിനെ വിമർശിക്കുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്നുള്ള ആയത്തായിരുന്നു തെളിവ് എന്നൊക്കെ പറഞ്ഞ അയാളതിന് മറുപടി ഞാൻ ഈ ആയത്തോട് ഓതിയിരുന്നോ? എന്റെ കേസറ്റ് എടുത്ത് നോക്കി ഞാൻ ആ ആയത്ത് തെളിവ് ഉദ്ധരിച്ചിരുന്നോ? ഞാൻ ഉദ്ധരിക്കാത്ത തെളിവിനാണോ നിങ്ങൾ മറുപടി അറിയേണ്ടത്? വല്ലാത്തൊരു കൗമന്റെ വരും, വല്ലാത്ത വേദനയില്ല. കാരണം ഞാൻ പറഞ്ഞെടുത്തുങ്ങളോ ഞാൻ ഉദ്ധരിക്കാത്ത അതായത് തെളിവാവില്ലേ വേറൊരു വിഷയം. ഞാൻ ഉദ്ധരിക്കാത്തതിനല്ലല്ലോ നിങ്ങൾ തെളിവ്. ഞങ്ങൾ അനുയായികൾ ഭരിക്കുന്ന പരിപാടിയല്ലേ? ഞാൻ പറയാത്തതിന് കുറെ മറുപടി പറഞ്ഞു പോവാ. ഞാൻ പറഞ്ഞതിന്റെ മറുപടി ഇടണോ? ഞാൻ ഈ ആയത്ത് തെളിവ് പറഞ്ഞിരുന്നോ? എന്റെ കേസറ്റ് എടുത്തോ? ഞാൻ ഈ ആയത്ത് തെളിവ് പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞ തെളിവിനല്ലേ നിങ്ങൾ മറുപടി ഇടേണ്ടത്? ആയത്ത് തെളിവാവില്ല ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ആയത്ത് തെളിവാകും, അത് വേറെ വിഷയം. അത് പറയുമ്പോൾ പറയാം, അതിപ്പോ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ തെളിവിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു മറുപടി പറയണം. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോയത് ഞാൻ തെളിവോടെ ഇയാൾ ചോദിക്കുക, ഇമാമിങ്ങൾ ആരോ പറഞ്ഞിട്ടുണ്ടോ മുറാദ് ഹാസിലാകാൻ വേണ്ടി ഖബറും പുറത്തു പോണോന്ന്? നിങ്ങളും ഇമാമിങ്ങളാണല്ലേ മൊയ്യാര്? ഏത് ഇമാമ പറയാത്ത മൗലവി? ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. പറയാത്ത ഒരൊറ്റ ഇമാമും ഇല്ല. നിങ്ങൾക്ക് ആര് പറഞ്ഞാ വേണ്ടത്? ഷാഫി ഇമാം ഞങ്ങൾ സ്വീകരിക്കോ? എന്നാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു മുറാദ് ഹാസിലാകണമെങ്കിൽ എന്റെ പതിവ് എന്താണ്? അജിയു ഇലാ ഖബരി അബീ ഹനീഫത്തൻ നുഅ്മാൻ. ഞാൻ ജനിച്ചത് ഹിജ്റ 150-ലാണ്. ആ 150-ൽ ലോകത്ത് വഫാത്തായി പോയ ഒരു മഹാനുണ്ട്. അത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ പോകും. എന്നിട്ടോ വാസൂറു ഖബറഹു വതബറതു ബിഹി വതവസ്സലു ബിഹി ലിഖദാഇ ഹവായിജി. എന്റെ മുറാദ് ഹാസിലാകാൻ വേണ്ടി ഞാൻ അബൂ ഹനീഫന്റെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞാൽ, ആ അബൂ ഹനീഫയെ ഇടയാളനാക്കി ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞാൽ, അബൂ ഹനീഫന്റെ ജാറം കൊണ്ട് ഞാൻ ബർക്കത്തെടുത്താൽ എന്റെ മുറാദ് ഹാസിലാകാറുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എടുത്തു നോക്കിക്കോ മൗലവിമാരെ, കിതാബ് ഖൈറാത്തുൽ ഹിസാൻ ഫീ മനാഖിബി അബീ ഹനീഫത്തുൻ നുഅ്മാൻ. പോരെങ്കിലും നോക്കിക്കോ താരീഖ് ബഗ്ദാദ്. ഇങ്ങനത്തെ കിതാബുകളിലൊക്കെയും കാണാം. നിങ്ങൾക്ക് ഇമാമിങ്ങളുടെ വാക്കാണല്ലോ ഇപ്പം തെളിവ് വേണ്ടത്. നല്ല ബുദ്ധിയാണത് വൈകിച്ചാലും